മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ കുന്നംകുളം മേഖല ബാലയരങ്ങ് സംഘടിപ്പിച്ച കലാ ക്യാമ്പ് ശ്രദ്ധേയമായി. കുന്നംകുളം നഗരസഭ വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെ മയക്കുമരുന്നിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരു ലോബി പല മേഖലകളിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു. കുട്ടികൾക്കിടയിൽ ചില കുട്ടികൾ ഇതിലേക്ക് തെറ്റി വീഴുന്നു എന്നൊരു അപകടാവസ്ഥ വല്ലാതെ ഉണ്ടാകും. മറ്റൊന്ന് അമിതമായ മൊബൈൽ ഫോണുകളുടെ ഉപയോഗം. അത് കുട്ടികൾക്കിടയിൽ വല്ലാതെ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നു, സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇന്റർനെറ്റും മൊബൈൽ ഫോണും ഒക്കെ കുറേയധികം ഗുണകരമായി പ്രവർത്തിക്കുന്നു എന്നപ്പോൾ തന്നെ അതിന് ചില അപകടകരമായ അവസ്ഥയെക്കുറിച്ചും ടീച്ചർമാർ ആശങ്ക പങ്കുവയ്ക്കുകയുണ്ടായി. ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് കുട്ടികളെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല എന്ന് പറയുന്നത് വിദ്യാഭ്യാസ പ്രവർത്തനത്തോടൊപ്പം തന്നെ കലാപ്രവർത്തനങ്ങളിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും വായനയിലും കായിക പ്രവർത്തനങ്ങളിലും ഒക്കെ തന്നെ കുട്ടികളെ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ്. ആ ഉത്തരവാദിത്വം എല്ലാവർക്കും. മേഖലാ പ്രസിഡന്റ് CK രവി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ലൈബ്രറി ഹാളിൽ നടന്ന ക്യാമ്പിൽ 10 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾ പങ്കെടുത്തു. നൃത്തം, സംഗീതം, നാടകം, ചിത്രകല, സിനിമ എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ അവബോധ ക്ലാസുകളും പരിശീലനങ്ങളും നൽകി. TV ബാലകൃഷ്ണൻ മാസ്റ്റർ, ID രഞ്ജിത്ത്, ക്യാമ്പ് ഡയറക്ടർ PS ചന്ദ്രമതി, കലാമണ്ഡലം ശ്രീകല, നീണ്ടൂർ ബാലകൃഷ്ണൻ, NS ഉണ്ണികൃഷ്ണൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. മേഖലാ സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ക്യാമ്പ് കൺവീനർ ഷീജ വിഷ്ണു നന്ദിയും പറഞ്ഞു. സമാപന സമ്മേളനം നന്മ സംസ്ഥാന സെന്റർ ചെയർമാൻ രവി കേച്ചേരി ഉദ്ഘാടനം ചെയ്തു. സർഗവനിത സംസ്ഥാന സെക്രട്ടറി ഷീലാമണി ആശംസകൾ നേർന്നു. തുടർന്ന് ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും കലാപ്രകടനങ്ങളും ഉണ്ടായി. TA വേലായുധൻ, ആശാ ചാക്കോച്ചൻ, MT പോൾസൺ, PK അശോക് കുമാർ, KJ പ്രശോഭ്, VV വേണുഗോപാൽ, MK ബാലകൃഷ്ണൻ, ജ്യോതി മനോജ്, ലത ഗുരുവായൂർ, PS സുബ്രഹ്മണ്യൻ, വിഷ്ണു ഭാരതിയൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തിയത്.